ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ജിമിൻ ഫയസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലുള്ള ജിമെയിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്കൊരു ഇന്റർഫേസ് കാണാൻ പറ്റും. അതായത് നമുക്ക് നിലവിൽ ഉള്ള 50 GB സ്റ്റോറേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കപ്പ് ചെയ്യാൻ അവിടെ ഒരു സ്പേസ് അവിടെ നമുക്കില്ല. ഇനി നമുക്ക് സ്പേസ് വേണമെങ്കിൽ നമ്മൾ 100 രൂപ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള രൂപകൾ കൊടുത്ത് നമുക്ക് ആ ഒരു പാക്കേജ് വാങ്ങാൻ പറ്റുന്നതാണ്. എത്രയെങ്കിലും GB അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്റ്റോറേജ് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള പൈസ ചിലർക്ക് അഫോർഡബിൾ അല്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. നമുക്ക് വലിയ രീതിയിലൊരു സൊല്യൂഷൻ ഒന്നും അല്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ബാക്കപ്പ് ചെയ്യാനായിട്ട് അവിടെ നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കി നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതാണ്. ആവശ്യമില്ലാത്ത സ്കാം മെസ്സേജ്, ബ്ലർ ആയിട്ടുള്ള പിക്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ആക്കുമ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു സ്റ്റോറേജ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ആവശ്യമില്ലാത്ത ചില സ്ക്രീൻഷോട്ട് ഉണ്ട്, നമ്മുടെ ചില കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ട്, ആ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് ഇല്ലാത്ത അത് അങ്ങനെ ഡിലീറ്റ് ആക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ ഫോട്ടോസ് ഡിലീറ്റ് ആക്കാനോ ഒന്നും പോകുന്നില്ല, കാരണം ചിലർക്ക് അത്ര ആവശ്യമുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു ആവശ്യവുമില്ലാത്ത ചില സ്കാം മെസ്സേജ് ആണ് നമ്മൾ ജിമെയിൽ ഉണ്ടാവുമല്ലോ അതിനകത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ആക്കി നമ്മുടെ സ്റ്റോറേജ് റീസ്റ്റോർ ചെയ്യാമെന്നാണ് ഇന്നത്തെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണ് ഞാൻ ഒരു റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ലാപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ കണ്ടിട്ട് ഒരു മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ കൂട്ടുകാരുടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിരിക്കും. അപ്പൊ അവർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നിങ്ങളുടെ ഫാമിലീസിനെ കൂടി ഹെൽപ്പ് ചെയ്യാൻ നോക്കണം. അപ്പൊ അവർക്കും കൂടി ഹെൽപ്പ് ആവും ഈ ഒരു വീഡിയോയിൽ കൂടി. അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ടും തരാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ വീഡിയോയിലേക്ക് പോയിക്കോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ സെർച്ച് ബാർ കാണാം, അവിടെ അൺസബ്സ്ക്രൈബ് എന്ന് എഴുതണം. എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ കാണാം, മോർ ഓപ്ഷൻസ് ആണ്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ആയിട്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ചൂസ് ലേബിൾ, അപ്ലൈ ലേബിളിൻ്റെ തൊട്ട് കൊടുത്തായിട്ട് ചൂസ് ലേബിൾ, ആ ചൂസ് ലേബിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ ലേബിൾ, വീണ്ടും നമ്മളൊന്ന് അൺസബ്സ്ക്രൈബർ എഴുതണം. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കാം. ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആൾസോ അപ്ലൈ ഫിൽട്ടർ ടു മാച്ചിങ് കോൺസെൻട്രേഷൻ, അതും കൂടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ഫിൽട്ടർ. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പുതിയ ലേബിളായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും 3572 സ്കാം മെസ്സേജാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കളയണമെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ആയിട്ട് കാണാം, ആ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഓൾ 35083 കോൺസെൻട്രേഷൻ ഇൻ അൺസബ്സ്ക്രൈബ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും there are no confirmation this ലേബൽ, ഇനി ഈ ലേബലിൽ ഒരു സ്കാം മെസ്സേജും ഇല്ല എന്നാണ്. നമുക്ക് റീഫ്രഷ് ചെയ്ത് വേണമെങ്കിൽ നോക്കാം, ഒന്നുമായിട്ട് വന്നിട്ടില്ല. ഇവിടെ കൊണ്ട് തീരുന്നില്ല. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ്, അതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ട്രാഷ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഡിലീറ്റ് ആക്കിയത് ഇവിടെ വന്ന് കിടക്കുവാണ് ഈ ഒരു ഇൻ്റർഫേസിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ആക്കണം. ബോക്സ്, ക്ലിക്ക്, ഹോള്, സെയിം പ്രോസസ്സ് തന്നെയാണ്. അതിനുശേഷം ഡിലീറ്റ് ഫോർ എവർ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും അധികം മെസ്സേജ് നമ്മൾ ഒരുമിച്ചാണ് ഡിലീറ്റ് ആക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്രോസസ്സ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിലൊരു ചേഞ്ച് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്കിവിടെ കാണാൻ പറ്റും 9.44 ആയിട്ടുണ്ട് ഇപ്പോൾ.